ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാൻ ഇന്നിവിടെ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇന്നിച്ച് വ്യത്യാസമായിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് അരിപ്പൊടി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഇങ്ങനെ വേണം ഇരിക്കാൻ. ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അരിപ്പൊടി കുതിർത്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും പുട്ട്. ഇവിടെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തയ്ക്കാണ്. അങ്ങനെ നമ്മൾ പുട്ടിന്ന് ഏത്തയ്ക്കാപ്പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം ഞാനിതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേ. ആദ്യം ഞാൻ തേങ്ങാപ്പീര പുട്ടുകുറ്റിക്കകത്ത് ഇട്ടു. ഇനി അരിപ്പൊടി അതിനകത്ത് ഇടുവാണേ. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പീര അതിനകത്തോട്ട് ഇടും. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം, ഒത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അരിപ്പൊടി ഇടാൻ പോവുകയാണ്. പൊടി ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെയും തേങ്ങാപ്പീര, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം, ലാസ്റ്റ് ഇനി മുകളിൽ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് ഇനി ഇത് ക്ലോസ് ചെയ്ത് കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇതുപോലെ കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിനി അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു രക്ഷയുമില്ല, സൂപ്പർ, അടിപൊളി. ഇതുപോലെ തന്നെ മാങ്ങ വെച്ച് പഴുത്ത മാങ്ങ വെച്ച് ചെയ്യാമേ. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ അങ്ങോട്ട് പുട്ട് ഇളക്കി ഏത്തപ്പഴവും പഞ്ചസാരയും എല്ലാം കൂടെ ഇളക്കി ഇതുപോലെ കഴിക്കണം. Thanks for watching my video. Please like, share and subscribe my channel. Thank you.